സൂപ്പർ മാർക്കറ്റിൽ പോയാൽ പ്രശ്നമാണ്, പേടിയാണെന്ന് പറഞ്ഞ് കുറച്ച് 1-2 കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയുള്ള ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ അറിയാത്തവർക്കോട്ട് പറയുകയാണ്. നമ്മുടെ UK വന്നതിന് ശേഷം നമുക്ക് മോറിസൺ, അൽദി, അതുപോലെ ടെസ്കോ, അങ്ങനെയുള്ള കുറേ സെയിൻസ്ബറി എന്നൊക്കെ പറഞ്ഞ് കുറേ സൂപ്പർ മാർക്കറ്റുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടി അൽദിയുടെ ഞാൻ കണ്ടിട്ടില്ല, ബാക്കി വണ്ടികളെല്ലാം നമുക്ക് വീടുകളിൽ വരുന്നതാണ്. അത് സെയിൻസ്ബറി, മോറിസൺ, അതുപോലെ ടെസ്കോയുടെ ഒക്കെ വണ്ടികൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ വഴി ഗ്രോസറി ഓർഡർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗെറ്റർ എന്ന് പറഞ്ഞിട്ട് ആപ്പ്, അതിപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ലണ്ടൻ ഭാഗത്തും പല സ്ഥലങ്ങളിലും ലെസ്റ്ററിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെപ്പറ്റി വലിയതായിട്ട് കേൾക്കുന്നില്ല. അറിയാവുന്നവർ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ആപ്പിലൂടെ സാധനങ്ങൾ ഓർഡർ ചെയ്യാമെങ്കിൽ നമുക്ക് ഫോണിലൂടെ നമ്മൾ ആമസോൺ ഓർഡർ ചെയ്യുന്ന പോലെ സാധനം ഓർഡർ ചെയ്യാൻ പറ്റും. അതുപോലെ ഡെലിവറി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇന്ന് രാത്രിയാണെങ്കിൽ ഇന്ന് രാത്രി, അതുപോലെ നാളെ വേണമെങ്കിൽ നാളെ, മറ്റന്നാൾ വേണമെങ്കിൽ ഏത് ഡേറ്റ് ആണോ നിങ്ങൾക്ക് ആ ഡേറ്റിൽ കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് സാധനം വരാൻ പറ്റും. അതുപോലെ ഓഫറും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലബ് കാർഡുകൾ അല്ലെങ്കിൽ മോറിസൺ, സെയിൻസ്ബറി, നെക്ടർ കാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അസ്ദയ്ക്കും വണ്ടിയുണ്ട്, അസ്ദ ഇതുപോലെ വീട്ടിൽ വന്ന് സാധനം തരാറുണ്ട്. അതുപോലെ നിങ്ങളുടെ ഈ പറഞ്ഞാൽ ഇന്ധനം ചിലവാക്കിയോ വണ്ടി കൊണ്ടുപോയോ പ്രൊട്ടസ്റ്റ് പേടിച്ചോ ഒന്നും പോകേണ്ടി വരത്തില്ല. ഇന്നലെ ഒരു സുഹൃത്ത് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ടെസ്കോയിൽ അടി കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ഒന്നുമില്ല, ജസ്റ്റ് വെറുതെ അങ്ങോട്ട് പോകുമായിരുന്നു, ഒരു വെള്ളക്കാരൻ വന്ന് അടി കൊടുത്തിട്ട് പോയി. കാര്യം ഓൾറെഡി ഇവരുടെയൊക്കെ മനസ്സിൽ ചെറിയ കാര്യങ്ങളുണ്ട്. അതല്ല ചിലർ ഇതൊക്കെ കണ്ടുകൊണ്ട് മുതലെടുക്കുന്നതും അത് ആ ടൈം യൂട്ടിലൈസ് ചെയ്യാമെന്നും പറഞ്ഞ് കുറച്ച് പേര് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ചിലപ്പം റോഡിലിട്ട് അടിച്ചു പൊട്ടിക്കാം, പാർക്കിംഗ് ഏരിയയിൽ നമ്മളെ കാണുന്നവർ വണ്ടി കുത്തി തുറക്കാം. കാരണം മോഷണങ്ങൾ ഈ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. ഇത് മുതലാക്കി ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരായിരിക്കും ചില മോഷണം ചെയ്യുന്നത്. എന്നിട്ട് പ്രൊട്ടസ്റ്റിൻ്റെ പേരിൽ ഇതങ്ങ് കയറി പോകും. അപ്പോൾ നമ്മൾ ദയവായിട്ട് ഓർക്കുക, ഈ സമയത്ത് പേടിയും കാര്യങ്ങളൊന്നും അല്ല വേണ്ടത്, നമുക്ക് ഉചിതമായുള്ള തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞില്ല, 999 വിളിക്കാൻ മറക്കണ്ട. ആംബുലൻസ്, പോലീസ് അല്ലെങ്കിൽ ഫയർ കാര്യങ്ങൾക്ക് 999 വിളിക്കുക. എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളെ വിളിക്കാതെ, ഇൻസിഡൻറ്റ് നമുക്കാണെങ്കിൽ വിളിക്കുക, അതല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും, ഫോർ എക്സാമ്പിൾ മലയാളി, ഇന്ത്യൻസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ വിളിച്ച് ഹെൽപ്പ് ചെയ്യുക. അതല്ല വേറെ എന്തെങ്കിലും ഇൻസിഡൻറ്റുകളാണ് നടക്കുന്നത്, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കാര്യം നോക്കി അവിടെ നിന്ന് എങ്ങനെയും വീട്ടിൽ പോകുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സിറ്റി സെൻറ്റർ ഏരിയാസ്, ആളുകൾ കൂടി നിൽക്കുന്ന ഏരിയാസിലൊന്നും പോകാതിരിക്കുന്നത് ഭേദം. അപ്പോൾ അടുത്ത കാര്യം പറയാനുള്ളത് നമ്മുടെ ഫിസിക്കൽ കാർഡിനെ പറ്റിയാണ്. ഓർക്കുക, ഫിസിക്കൽ കാർഡ് ഡെബിറ്റ് ആയാലും ക്രെഡിറ്റ് ആയാലും ഏതുമായിക്കോട്ടെ ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കുക തൽക്കാലത്തേക്ക്. അതുപോലെ നിങ്ങളുടെ കാർഡിനൊരു ലിമിറ്റ് വെക്കുക, 30, 40, 50 പൗണ്ട്സ് എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ. ഇൻ കേസ് നമ്മുടെ ഇത് മിസ്സായി കഴിഞ്ഞാൽ, ഫ്രോസൺ ആയതുകൊണ്ട് ആർക്കും ടാപ്പ് ചെയ്യാൻ പറ്റില്ല, അതല്ലെങ്കിൽ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് 30 പൗണ്ട്സേ പോകുള്ളൂ. ഓഫ് കോഴ്സ് ഇത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ബാങ്കിൽ നിന്ന് അത് കിട്ടാനും ഡിലേ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഫണ്ട് പോവാതെ സൂക്ഷിക്കാം. മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ 999 എമർജൻസി കോൺടാക്ട് നമ്പേഴ്സ് നമ്മൾ ഓർത്ത് വെക്കുക. വിളിച്ചു കഴിഞ്ഞാൽ ഫയർ, പോലീസ്, ഹോസ്പിറ്റൽ, ആംബുലൻസിൻ്റെ കാര്യങ്ങൾക്ക് നമുക്ക് വിളിക്കാം. എപ്പോഴും ഓഫ് കോഴ്സ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ അടുത്ത് കാണണമെന്നില്ല, നമ്മൾ ചിലപ്പോൾ മറ്റേതിൽ സ്ഥലത്തായിരിക്കും. അപ്പോൾ ഏത് സ്ഥലത്താണെങ്കിലും UK നമ്മൾ 999 വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് വന്നോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ നമ്മൾ ഹെൽപ്പിനായിട്ട് നമുക്ക് 999 തന്നെ ആദ്യമേ വിളിക്കണം. രണ്ടാമത്തെ കേസ്, നമ്മളിപ്പോൾ ആംബുലൻസാണ് വിളിക്കുന്നതെങ്കിൽ എമർജൻസി കേസുകൾക്ക് മാത്രമേ വിളിക്കാവൂ. കാല് വിളിക്കുക, അല്ലെങ്കിൽ പനി പിടിച്ചു, ജലദോഷം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആംബുലൻസ് വരില്ല. ബ്ലീഡിങ്, ബ്രീത്തിങ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർ വരുള്ളൂ ആംബുലൻസ് സർവീസ്. അതുപോലെ എൻ്റെ അറിവിൽ വെച്ച് ഞാൻ പറയുകയാണ്, ആംബുലൻസിനെ വിളിക്കുകയാണെങ്കിൽ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, പോസ്റ്റ് കോഡ്, നമ്മുടെ പേര്, NHS നമ്പർ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പ്രീവിയസ് ഡീറ്റെയിൽസ് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതുപോലെ നമ്മളുടെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിയുമ്പോൾ ഇൻ കേസ് എമർജൻസി ആണെങ്കിൽ അറ്റ് എ ടൈം തന്നെ പാരാമെഡിക്കിന് കോൾ പോവുകയും ഫ്രീ ആയിട്ട് കിടക്കുന്ന ആംബുലൻസിലേക്കും ഈ കോൾ കൺവേർട്ടായി 2 പേർക്ക് ഒരേപോലെ കാര്യങ്ങൾ കേട്ട് അവരും ഇത് ഫീഡ് ചെയ്തെടുത്ത് നമ്മളിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും പാരാമെഡിക്കൽ അല്ലെങ്കിൽ ഈ കോൾ ഒക്കെ എടുക്കുന്ന ടീംസ് ആരെങ്കിലും മലയാളികളുണ്ടെങ്കിൽ ഇതിന് കമൻറ്റ് പറയുക. ബാക്കി എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് കാര്യങ്ങളൊക്കെ ഡൗട്ടായിട്ട് ഇരിപ്പുണ്ട്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. ഇനി നമ്മുടെ ഹൈ കമ്മീഷൻ നമ്പറാണ്, ഇന്ത്യൻ ഹൈ കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയുടെ സർക്കുലറൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് അവരൊരു UK നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾ അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അനാവശ്യമായ കോളുകളൊക്കെ ഒഴിവാക്കുക. അതുപോലെ ഇന്ത്യൻ എംബസിയുടെ നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം. പിന്നീട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള മലയാളി കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ മലയാളി അസോസിയേഷനിലൊക്കെ മെമ്പർ ആവുക, അതിൻ്റെ വാട്സപ്പിൽ അംഗമാവുക. കാര്യം എന്തെങ്കിലുമൊക്കെ വളരെ അർജൻറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ കാര്യം നമ്മളെക്കാട്ടൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെയാണ് അവർ. 10-25 വർഷം മുകളിലോട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണ് പലരും. അതുപോലെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുമാണ്. നിങ്ങളൊരു സിറ്റുവേഷനിലാണെങ്കിൽ പലരും ഹെൽപ്പ് ചെയ്യാൻ വരും. അപ്പോൾ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാം, പക്ഷേ മിസ്യൂസ് ചെയ്യരുത് ആരും. കാര്യം പിന്നീട് ഒരു ഹെൽപ്പിന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഒരു ഇത് വെച്ചിട്ട് വരത്തില്ല. അടുത്തായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഫ്രണ്ട്സിൻ്റെ നമ്പർ പറ്റുവാണെങ്കിൽ മനസ്സിൽ സേവ് ചെയ്ത് വെക്കുക. കാരണം എന്തെങ്കിലും ഇൻസിഡൻറ്റ്, ഫോൺ മിസ്സായി, ഫോൺ ലോസ്റ്റായി, പൊട്ടിപ്പോയി, ബ്രോക്കണായി, ഡിസ്പ്ലേ കിട്ടുന്നില്ല ഒക്കെയുള്ള ഈ സിറ്റുവേഷൻസിൽ ആരുടെയൊക്കെ ഫോണിൽ നിന്ന് നമുക്കൊരു കോൾ വിളിക്കണമെങ്കിൽ ആ നമ്പർ സേവ് ചെയ്ത് വെക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പ്രൊട്ടസ്റ്റ് അല്ലെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാര്യം ഇതൊക്കെ ഡെയിലി ലൈഫിൽ UK നമുക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ ഇനി പറയാനുള്ളത് പ്രധാനപ്പെട്ട കാര്യം, UK എല്ലാ സ്ഥലത്തൊന്നും പ്രൊട്ടസ്റ്റ് നടക്കുന്നില്ല. പ്രൊട്ടസ്റ്റിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ UK എല്ലാവിടും ഇങ്ങനെയാണെന്ന് പ്രതീക്ഷിക്കേണ്ട. പലരും പറയാറുണ്ട് ഞങ്ങളുടെ ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ എന്ന്. എന്നാൽ ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് കുഴപ്പമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് കുഴപ്പങ്ങളില്ല എന്ന് കരുതി നിങ്ങൾ സേഫ് ആണോ? നമ്മുടെ ഭാഗത്ത് ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയാണ് വേണ്ടത്, അല്ല നെഗറ്റീവ് അല്ല പറയേണ്ടത്.
അപ്പോൾ യു കെയിലെ എല്ലാ സ്ഥലത്തെയും സ്ഥിതിഗതികൾ കറക്റ്റ് അല്ല. ഫോർ എക്സാമ്പിൾ ലിവർപൂൾ, ലീഡ്സ്, അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പ്രൊട്ടസ്റ്റ്, അതായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് തന്നെ അതൊരു ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ള ഏരിയകളാണ്. കാരണം അവിടുത്തെ കാർഡ് ഇൻഷുറൻസ് ഒക്കെ തന്നെ ഹൈ ആയിരിക്കും എപ്പോഴും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. മാക്സിമം ശ്രദ്ധിക്കുക, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മേ ബി 2-3 ദിവസത്തിനുള്ളിൽ തീരാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് ആളുകൾ 450 ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലാക്കി എന്നൊക്കെ BBC കാണുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ ന്യൂസുകളൊന്നും അല്ല, അത് BBC വാർത്തയിൽ വന്ന വാർത്തകളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും പുതിയ വാർത്തകളും വിശേഷങ്ങളും വീണ്ടും കാണാം. ബൈ.